അപ്പോൾ നമുക്ക് അടുത്ത ഒരു മാജിക്കിൽ പോവാം. നമ്മൾ യൂഷ്വലി മജീഷ്യൻസിന് നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഇതേപോലൊക്കെ ആയിട്ട് വന്നിട്ട് വലിയ വലിയ ഗംഭീര മാജിക്കുകൾ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇംപ്രോംപ്റ്റ് മാജിക്, വളരെ വളരെ കാഷ്വൽ ആയിട്ടുള്ള മാജിക് എന്ന് പറയുന്നത് നമ്മുടെ കൈ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന മാജിക്കുകളാണ്. കോയിൻസ്, കാർഡ്സ്, കറൻസി ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള മാജിക്. അങ്ങനൊരു മാജിക് ഉണ്ടല്ലോ. റെഡിയാണ്? നമുക്ക് ഇന്ത്യൻ കറൻസി തന്നെ എടുക്കാം. 500 രൂപയുടെ നോട്ട്. 500 രൂപ. ഓക്കെ, ഈ 500 രൂപ നമുക്ക് എന്താക്കി മാറ്റം നോക്കാം. ഡബിൾ ആക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാം. അതെ അതെ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അതിന് മുമ്പ് ഇതിനൊരു രൂപമാറ്റം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഈ 500 രൂപയെ നമുക്ക് ഡെക്ക് ഓഫ് കാർഡ്സ്. ഓക്കെ, സൂപ്പർ. അതായത് 500 രൂപ നോട്ട് നമ്മളത് കാർഡിലാക്കി, അതിൽ കാർഡ് എടുത്തു. നമ്മളിവിടെ 3 ജഡ്ജസ് ഉണ്ട് അല്ലേ, അവരെ കൊണ്ട് ഓരോ കാർഡ്സ് വെച്ച് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കുള്ള പണിയാണേ. ഇന്ന് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് നടക്കുന്ന ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട് ഓൺലൈൻ അല്ലേ. അതുപോലെ ഒരു ചെറിയൊരു ഗെയിമാണ്. ഞാൻ ഇന്ന് ഈ ഡെക്ക് ഓഫ് കാർഡ്സിൽ നിന്നും നിങ്ങൾ 3 പേരെ കൊണ്ട് ഓരോ കാർഡ്സ് സെലക്ട് ചെയ്യിപ്പിക്കും. ഈ കാർഡ്സ് ഞാൻ കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ ആം ദ വിന്നർ, നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ. ഇഫ് ഐ ആം ഗെറ്റിംഗ് റോങ്, ഞാൻ പറയുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഓരോ കാർഡ് തെറ്റുന്നതനുസരിച്ച് 10,000 രൂപ വെച്ച് ഞാൻ അങ്ങോട്ട് തരും. Are you ready? ഇതേപോലത്തെ വേറെ കളിയുണ്ടോ? അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ പറഞ്ഞു. പുള്ളിക്കാരൻ റോങ് ആവുകയാണെങ്കിൽ മാത്രം അല്ലെ, പുള്ളിക്കാരൻ റോങ് ആവുകയാണെങ്കിൽ 10,000 വെച്ച് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇത് ചലഞ്ച് ഫോർ മീ, എനിക്ക് മാത്രമുള്ള ഒരു ചലഞ്ചാണ്, നിങ്ങൾക്കുള്ള ചലഞ്ച് അല്ല. രസമുണ്ട്. വിൻ ചെയ്യണം, നമുക്കത് വിൻ ചെയ്യണം. ഓക്കെ, നമുക്ക് എന്താണെങ്കിലും നോക്കാം. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഹോൾ ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്, 52 കാർഡ്സ് ഉണ്ട് അല്ലേ. കാർഡ്സ് എല്ലാം കാണാം. ഞാൻ ഒന്ന് ഷഫിൾ ചെയ്യാണ് താങ്കളുടെ മുന്നിൽ വെച്ചിട്ട്, ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ചെയ്യേണ്ട മറ്റൊന്നുമല്ല, ഇതിൽ നിന്നും ഹോൾ ഡെക്കിൽ നിന്നും ഞാൻ ഇങ്ങനെ റിഫിൽ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം. ഓക്കെ, റെഡിയാണോ? ക്യാൻ സേ സ്റ്റോപ്പ് സമയ സ്റ്റോപ്പ്. ഓക്കെ, ആ പോർഷനിലെ കാർഡ് എടുത്തു. എന്നെ കാണിക്കണ്ട, കയ്യിൽ പിടിക്കാം. നാദിക, ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് വന്നോടെ. ഓക്കെ, അപ്പോൾ നാദിക ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ടോട്ടൽ ഡെക്ക് ഞാനിങ്ങനെ റിഫിൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം. ഓക്കെ, ആ കാർഡ് എടുത്തോളൂ, എന്നെ കാണിക്കണ്ട. ഓക്കെ, ഞാൻ പ്രസാദാൻ്റെ ഇങ്ങോട്ട് വരാം. ഞാൻ ഈ ഡെക്കിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം. അവിടുത്തെ കാണി ഞാൻ കാണിക്കാം, അപ്പോൾ കാർഡ് എടുക്കാം. ഓക്കെ, ഇവിടെയാണോ? ഓക്കെ, വെരി സിമ്പിൾ. ക്യാൻ സേ സ്റ്റോപ്പ് സമയം. ഓ, ദാറ്റ് വാസ് ടു ഫാസ്റ്റ്. ആ കാർഡ് നോക്കാം. എടുത്തോ, ആ കാർഡ് എടുത്തോളൂ. എടുക്കാം. അടിയിലല്ലോ? അതെ അതെ, കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പൊക്കോട്ടെ. ഓക്കെ 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 ഓക്കെ. ഇത് നമുക്ക് കാണാൻ പറ്റുമോ? പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണാം, ഒന്ന് ക്യാമറ ഒന്ന് കാണിക്കാം. എന്നെ ഒന്ന് വാച്ച് ചെയ്തോ. ഇറ്റ്സ് എ ബിഗ് ഡീൽ നോ. അപ്പം ഓക്കെ, അപ്പോൾ നിങ്ങളുടെ 3 പേരുടെ കാർഡ് ഞാൻ ഫസ്റ്റ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ ഞാൻ കൊടുത്ത രീതിയിൽ തന്നെ ഞാനൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോകണം. ഭീംഷാൻ്റെ കാർഡ് 1 മനസ്സിലൊന്ന് ആലോചിക്കാവോ? ഓക്കെ, ആ കാർഡിൻ്റെ നമ്പർ ഓഫ് പിക്ചർ ഏതാണോ എന്ന് മനസ്സിൽ കൊണ്ടുവരാമോ? ഓക്കെ, ആൻഡ് ഇങ്ങോട്ടൊന്ന് സെൻഡ് ചെയ്യാവുന്ന പോലെ ഒന്ന് വിചാരിക്കാവോ? ലെറ്റ് മീ ഗെസ്. യെസ്, ഇറ്റ്സ് എ നമ്പർ കാർഡ്. It's a red card and a number card. It's 4 of diamond. Thank you so much. ഇല്ല, 4 of diamond. ആണോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അല്ലേ? അല്ല. അപ്പൊ വിപിൻ ചേട്ടാ, ആദ്യത്തെ 10,000 റുപ്പീസ് നമുക്ക് സേഫ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അല്ല, പറഞ്ഞതാ. പക്ഷേ ഞാൻ ഓക്കെ ഞാനത് എഗ്രി ചെയ്യുന്നു. പക്ഷേ ഞാൻ നെക്സ്റ്റിൽ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇനി നാദികയുടെ 20,000 രൂപ നെക്സ്റ്റ്. ഓക്കെ, നാദിക കിട്ടില്ല, ഉറപ്പാണ്. നാദിക ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല. Again, and it's a number card or a picture card. Number card, picture card. It's a number card. Number card ആണ്. And it's 10 of spade. അല്ല. 20,000 രൂപ ഞങ്ങൾക്ക് നേടിയിരിക്കുകയാണ്. കോമഡി മാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഇങ്ങോട്ടേക്ക് പൈസ കിട്ടുകയാണ് ഗൈസ്. ഇങ്ങോട്ടേക്ക് ലാസ്റ്റ് 30%. നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടുന്നതല്ലേ, അതിന്റെ ഷെയർ എനിക്ക് തരത്തില്ലേ? ഇത് പ്രസാദേട്ടനോട് കഥ ഇതല്ല. സസ്പെൻസ് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, എന്റെ ഒരു വിശ്വാസം അടുത്തതും കൂടെ. പ്രസാദിന്റെ കാർഡ് ഒരു ബ്ലാക്ക് റെഡ് കാർഡാണ്. അതെ ആണോ അല്ലയോ? അതെ അതെ. ഓക്കെ, പ്രാവശ്യം ഞാൻ വിടത്തില്ല. 30,000. ചുമന്ന കുമാരൻ, ജാക്ക് ഓഫ് ഡയമണ്ട്. താങ്ക് യു സോ മച്ച്, ജാക്ക് ഓഫ് ഡയമണ്ട്.
താങ്ക് യു സോ മച്ച്. അല്ലെന്ന് ബ്രോ. അപ്പൊ ഡോക്ടർ ഗോവിന്ദ ഗോവിന്ദ പോയി ഡോളറും പോയി, ഇന്ത്യൻ റുപ്പിയും പോയി, എല്ലാം പോയച്ച്. നോ യെസ് ഐ ടോൾഡ് യു ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ. ടേംസ് ആൻഡ് കേക്കട്ടെ. നമ്മൾ ഇന്ന് എല്ലാം ഇൻഷുർഡ് ആണ് അല്ലേ? നമ്മുടെ ലൈഫ്, നമ്മുടെ വാഹനം, നമ്മുടെ മൊബൈൽ ഫോൺ വരെ ഇൻഷുർഡ് ആണ് അല്ലേ? നമ്മുടെ ജുവൽസ് എല്ലാം ഇൻഷുർഡ് ആണ്. സോ വൈ നോട്ട് എ മജീഷ്യൻ കാൻ ബി ഇൻഷുർഡ്? യെസ് ഓഫ് കോഴ്സ്. ഇതേപോലത്തെ ചലഞ്ചിങ് മാജിക്കുകൾ, പ്രത്യേകിച്ച് ഫയർ എസ്കേപ്പ് അല്ലെ എസ്കേപ്പ് ആക്ടുകൾ, ഇതേപോലത്തെ മണി ലെൻഡിങ് മാജിക്കുകളൊക്കെ ചെയ്യുമ്പോൾ മജീഷ്യൻസ് ഉറപ്പായിട്ടും ഇൻഷുർഡ് ആയിരിക്കും. ഇന്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മജീഷ്യൻസ് കാലിഫോർണിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മജീഷ്യനാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്ക് മജീഷ്യൻസിന് ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ഈ ഇൻഷുറൻസ് പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് വരുന്ന കാര്യങ്ങളാണോ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ആ കാശ് കിട്ടുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മാജിക്കായിട്ട് ഞാനിവിടെ വരില്ല. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ക്യാഷ് കിട്ടും ഇഫ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഈസ് റൈറ്റ്. ഓക്കെ, നമുക്ക് ഇൻഷുറൻസ് പോളിസി ഒന്ന് കാണാം. ഇൻഷുറൻസ് പോളിസി ഒന്ന് കണ്ടു നോക്കാം അല്ലേ? ഓക്കെ. ഇറ്റ്സ് ഫോർ മജീഷ്യൻസ്, ഇന്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മജീഷ്യൻസിന്റെ ആണ്. ഇതിനകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, കാണാമല്ലോ. അതിൽ ഫസ്റ്റ് പറയുന്നത് മജീഷ്യൻ മസ്റ്റ് ബി പെർഫോമിംഗ് വിത്ത് എ ഫുൾ ഡെക്ക് ഓഫ് കാർഡ്. ആണല്ലോ അല്ലേ? യെസ്. ഓക്കെ. ഓഡിയൻസ് മസ്റ്റ് മേക്ക് ദർ ചോയ്സ് ഫ്രം എ ഫുൾ ഡെക്ക് ഓഫ് കാർഡ്. യെസ്, അങ്ങനെ തന്നെയാണ് അവർ ചെയ്തത്. ഡെക്കിൽ എടുക്കാൻ തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ തന്നെയാണ് ചെയ്തതും. ആൻഡ് കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഇനി അടുത്ത 3 പുറങ്ങളിലായിട്ട് 3 പേജുകളിലായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ, ബിബിൻ ചേട്ടന്റെ കയ്യിൽ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന ഈ കാർഡാണ് കൈവശം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് കവർ. ആണോ? നോക്കിക്കേ. ആണ് ലാദിക്കയുടെ കയ്യിൽ സെക്കൻഡ് പേജിൽ ലാദിക്കയുടെ കയ്യിൽ സെക്കൻഡ് പേജിലുള്ള ഈ കാർഡാണെന്നുണ്ടെങ്കിൽ ആണോ? യെസ്. ആൻഡ് ഫൈനലി പ്രതീക്ഷ ഈ കാർഡാണ്. ഇസ് ദാറ്റ് യുവർ കാർഡ്? യെസ്. താങ്ക് യു സോ മച്ച്. ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതെല്ലാം? അതായിരിക്കും തോട്ട് പോ അല്ലേ? എങ്ങനെ പോയിന് കറൻസി കാർഡ്സ് ഇത് അങ്ങോട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് എ പവർ, ഇറ്റ്സ് പവർ സോഴ്സ്. എവറി മജീഷ്യൻ, സ്പെഷ്യലി മീ, ഞാനൊരു പവർ സോഴ്സ് എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ പ്രധാന കാരണക്കാരൻ. നമുക്ക് അതിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് എല്ലാവർക്കും ഒന്ന് ആ പവർ സോഴ്സിനെ ഒന്ന് കാണാനായിട്ട് ഒന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാവോ? എൻ്റെ ഈ പവർ സോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു എക്യുപ്മെൻ്റ് ആണ്. ഇറ്റ് ക്രിയേറ്റ്സ് മൈ പവർ. ഈ ഒരു മാജിക് എല്ലാം കാണിക്കുന്ന ഈ ഒരു ചെറിയ കുഞ്ഞനാന്ന് പറയും, വിശ്വസിക്കുക. അതെന്നാൽ അധികം കയ്യിൽ നിന്ന് നീട്ടാവോ? കയ്യിൽ നീട്ടാവോ? ഫീൽ ചെയ്ത് നോക്കാം, കയ്യിലൊന്ന് പിടിച്ച് നോക്കാം. ഒക്കെ ഒന്ന് പാസ് ചെയ്തോളൂ. എന്താ ചെയ്യുന്നുള്ള ആ പവർ സോഴ്സ് എന്താണ് നമുക്കൊന്ന് ഫീൽ ചെയ്ത് നോക്കാം. ഒന്ന് പാസ് ചെയ്ത് വന്നോ. പാസ് ചെയ്ത് ഒടിക്കില്ല. ഓൾ ഗുഡ്. ഓക്കെ. ആൻഡ് വിം ചേട്ടൻ എൻ്റെ കൈ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ വാച്ച് ജസ്റ്റ് യു ക്യാൻ ഹോൾഡ് ഇറ്റ്. കൈ ഒന്ന് ചെക്ക് ചെയ്യാം. ഓൾ ഗുഡ്, എല്ലാം ഓക്കെ ആണ്. ഓക്കെ, ഈ പവർ സോഴ്സ് എന്താണ് എന്ന് നമുക്കൊന്ന് കാണാം. മറ്റൊന്നുമല്ല, സോറി. ഓക്കെ, ആൻഡ് ഹിയർ ഗോ. ആ ക്രോസ് എഴുന്നേറ്റ് വരിക. ഓക്കെ, ഇവരിങ്ങനെ ഒന്ന് പിടിച്ചോ. ജസ്റ്റ് ഇതിന് ടോപ്പിലൊന്ന് റൗണ്ട് ചെയ്യാം. മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? മുകളിൽ, താഴെ, നത്തിങ്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു എൻഡ്. അതൊക്കെയാണ് ഞങ്ങളുടെ മാജിക്.